പ്രിയ സുജനങ്ങളെ സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലുമുള്ള വലിയ വാർത്തയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രോദനം ഇന്ന് മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ കണ്ടു. 2005 ഒന്നാം UPA സർക്കാരാണ് ഈ ഒരു മഹത്തായ പദ്ധതി ഗ്രാമങ്ങളിലെ ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായിട്ട് കൊണ്ടുവന്നത്. 2009 അതിൻ്റെ പേര് കോൺഗ്രസ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. 20 വർഷങ്ങൾ കഴിഞ്ഞു. 20 വർഷമായി ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് കേന്ദ്രം വിലയിരുത്തൽ നടത്തിയപ്പോൾ എൻ്റെ ഗ്രാമം ഉദാഹരണത്തിന് 100 പേരെങ്കിലും മിനിമം തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുണ്ട്. നിലവിലെ കൂലി അനുസരിച്ച് 37,300 രൂപയാണ് ഒരു തൊഴിലാളിക്ക് ഒരു വർഷം 100 ജോലിയിലൂടെ കിട്ടുക. 373 കൂലി. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് 2014 മെയ് 26 അന്ന് തൊഴിലുറപ്പിന്റെ കൂലി 164 ആയിരുന്നു. ഘട്ടം ഘട്ടമായി കൂലി വർദ്ധിപ്പിച്ച് ഇപ്പോൾ 373 രൂപയായിരിക്കുകയാണ്. പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് കൂലി കൊടുക്കുന്നത്. ഇനി വരാൻ പോകുന്നത് 60:40 എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. അതായത് കൂലി 1000 രൂപയാണെങ്കിൽ 600 രൂപ കേന്ദ്രവും 400 രൂപ സംസ്ഥാനവുമാണ് കൊടുക്കേണ്ടത്. അതിന്റെ പ്രധാന കാരണം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അതിന് റിസൾട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ കേരളം പാടേ മാറേണ്ടിയിരുന്നു. 100 തൊഴിലാളികൾ 100 പണി വെച്ചെടുക്കുമ്പോൾ 10,000 തൊഴിലവസരങ്ങളാണ് ഓരോ ഗ്രാമത്തിൽ, എൻ്റെ ഗ്രാമത്തിലുള്ളത്. എന്ന് വെച്ചാൽ ഒരു വർഷം ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി 30 ലക്ഷം രൂപയിൽ പരമാണ് കൂലിയായിട്ട് കൊടുക്കുന്നത്. 10 കൊല്ലം കൂടുമ്പോൾ 3 കോടി രൂപയോളം വരും. അതായത് ഇത്രയും കോടിക്കണക്കിന് രൂപ എൻ്റെ ഗ്രാമത്തിൽ ചിലവഴിച്ചിട്ട്, എൻ്റെ വാർഡിൽ ചിലവഴിച്ചിട്ട് 10 കൊല്ലത്തിനിടയിൽ എത്ര പുതിയ മരങ്ങൾ വളർന്നു വന്നു, എത്ര വീടുകളിൽ കൃഷിയിടങ്ങൾ ഉണ്ടായി, എത്ര തരിശുഭൂമിയിൽ കൃഷി ഇറക്കി, എന്താണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായത്? അതിന് മറുപടി 10% മാത്രമാണ് റിസൾട്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്യുന്ന ജോലിയുടെ റിസൾട്ട് അതെന്താണ്? നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരാളെ കൂലിക്ക് വിളിച്ചു. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ പണിയെടുത്താൽ 700 രൂപയാണ് പറമ്പിലെ കൂലി. ആ കൂലി കൊടുക്കുമ്പോൾ നമ്മൾ നോക്കാറില്ലേ അയാൾ എടുത്ത പണി എന്ത് എന്ന്, അതിന്റെ റിസൾട്ട് എന്ത് എന്ന് നോക്കാറുണ്ട്. ഇത് കേന്ദ്രം നോക്കിയപ്പോൾ റിസൾട്ട് ഇല്ല. റിസൾട്ട് ഇല്ലാത്തതിന്റെ കാരണം ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നാണ്. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഒരു ബൃഹത്തായ പദ്ധതിയാണ്. അതിൽ രാഷ്ട്രീയമില്ല. സർക്കാർ നമ്മുടെ എല്ലാവരുടേതുമാണ്. വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ഒക്കെ ആയിരിക്കും. അധികാരത്തിൽ വന്നാൽ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് തന്നെ പറയണം. ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ഇത് പറയാൻ പ്രത്യേകിച്ച് സഖാക്കൾ ശീലിക്കണം. കാരണം പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് ഭരണഘടനാ പദവിയാണ്. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു തൊഴിൽ ഉറപ്പ് പദ്ധതി. അതായത് തൊഴിലാളികൾക്ക് സംഘടനയുണ്ടാക്കി അതിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോയി പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുപോയി കലക്ടറേറ്റിന് മുന്നിലും പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും പോസ്റ്റ് ഓഫീസിന് മുന്നിലും സമരത്തിന് കൊണ്ടുപോയി. പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ നിങ്ങളുടെ ഈ ഒരു തരികിട പരിപാടിയും കിട്ടില്ല. അവർക്ക് തിരിച്ചറിവുണ്ട്. അപ്പോൾ ആ ഹിന്ദു സ്ത്രീകൾ, ഈ പാവപ്പെട്ട വീട്ടിലെ ഹിന്ദു സ്ത്രീകളെ കൊണ്ടുപോയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്നു, നരേന്ദ്രമോദി ദുഷ്ടനാണ്, നമ്മൾ 600 രൂപയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക, എന്നാൽ മോദി കൂലി കൂട്ടി 500 തരും. അങ്ങനെ 373 കൂലിയായപ്പോൾ ഈ തൊഴിലുറപ്പിന്റെ ഒരു തൊഴിലാളിയോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൂലി കൂടിയിട്ടുണ്ടല്ലോ, എത്രയാണ് കൂലിയായത്? ഞാൻ പറഞ്ഞു 373 ആയിട്ടുണ്ട്. എടുത്ത ഉടൻ അവർ പറയുകയാണ്, ചേച്ചി പറയുകയാണ്, ഞങ്ങൾ 600-നാണല്ലോ സമരം ചെയ്തത്. അതായത് കൂലി കൂടുന്നത് ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് എന്ന് ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. അവരോട് പറയുന്നത് നിങ്ങൾ അത്രയൊക്കെ പണിയെടുത്താൽ മതി. അങ്ങനെയാണ് കേരളത്തിൽ തൊഴിലുറപ്പിന്റെ പേര് തൊഴിൽ ഇരുപ്പ് പദ്ധതി, തൊഴിൽ ഉഴപ്പ് പദ്ധതി എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ പ്രായമായ അമ്മമാരൊക്കെ ധാരാളം ഇതിൽ ജോലി ചെയ്യുന്നു. അതിനൊക്കെ പരിമിതികളുണ്ട്. സർക്കാരിന് ഇതറിയാം. അവരൊക്കെ അത്ര ജോലി ചെയ്താൽ മതി. പക്ഷെ എന്ത് ജോലി ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ടാവണം. അതുകൊണ്ട് കേന്ദ്രം പുതിയ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഇനി ഇത് പാർട്ടിക്കാർ മോണിറ്റർ ചെയ്യണ്ട, അതിന് പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയാണ്. സർക്കാരിന്റെ പദ്ധതി കൃത്യമായിട്ട് എത്തിക്കണം. ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കേണ്ടത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അവർക്ക് അതിനുള്ള പരിശീലനം നൽകണം. പക്ഷെ ഇത് തട്ടിപ്പിലൂടെ കരാറുകാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുമായി ബന്ധപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്ന് ആ പൈസ കരാറുകാരന് കൊടുക്കുന്നു. അത് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് പാലത്തിലും ഈ പറയുന്ന റോഡുകളിൽ നടക്കുന്നത്. ഇപ്പൊ മോദി സർക്കാർ പറയുന്നു, നിങ്ങൾ തൊഴിലാളികളെ പഠിപ്പിക്കണം. കോൺക്രീറ്റ് എന്ന് പറയുന്ന മഹാത്ഭുതമായ ഒരു പരിപാടിയൊന്നുമല്ല.
ഇത് തൊഴിലാളികളെ പഠിപ്പിക്കണം. എന്നിട്ട് അവർക്ക് കൂലി കൂടുതലായിരിക്കും. ഇത്തരം കുറച്ചും കൂടി വിദഗ്ധ തൊഴിൽ ചെയ്യുന്നവർക്ക് കൂലി കൂടുതലായിരിക്കും. ഭവന നിർമ്മാണം അവരെ പഠിപ്പിക്കണം. അതായത് നമ്മുടെ സിമെന്റിന്റെ പണിയൊക്കെ എത്രയോ സ്ത്രീകൾ ഇപ്പൊ ആ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. തെങ്ങ് കയറാൻ വരെ സ്ത്രീകൾ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്റെ ഗ്രാമത്തിൽ ചെയ്യുന്നത് പറമ്പിലെ പണി മാത്രമാണ്. പറമ്പ് കളക്കുക, മഴക്കുഴി ഉണ്ടാക്കുക, ഇതൊക്കെ. ഇത് പോരാ, വിദഗ്ധ തൊഴിലിലേക്ക് അവർ വരണം. അതുപോലെ 4 ലക്ഷം രൂപ ലൈഫ് പദ്ധതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ലൈഫ് പദ്ധതിയുടെ വീടുകൾ, സർക്കാരിന്റെ വീടുകളൊക്കെ നിർമ്മിക്കുവാൻ ആവശ്യമായിട്ട് പല കാര്യങ്ങളും ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ചെയ്യുവാൻ കഴിയും. കാർഷിക മേഖലയിലേക്ക് ശ്രദ്ധ കൂടുതൽ ഉണ്ടാക്കി വിളവിനെ ഉൽപ്പാദിപ്പിക്കുവാനും പഴവർഗ്ഗങ്ങളുടെ കൃഷി വ്യാപകമാക്കുവാൻ കഴിയും. കേരളമാണെങ്കിൽ 8 മാസം വരെ മഴ ലഭിക്കുന്ന സുലഭമായ ഒരു സംസ്ഥാനമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു ഗ്രാമത്തിൽ 100 പേരുണ്ടെങ്കിൽ കേരളത്തിൽ 10,000-കണക്കിന് ഗ്രാമങ്ങളുണ്ടല്ലോ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിലവസരങ്ങളിലെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്നത്. കേരളം എന്തായി തീരേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കും, എന്തായിരുന്നു അതിന്റെ റിസൾട്ട്? അതുകൊണ്ട് ഇതിനെ പുതുക്കി പണിയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് മഹാത്മജിയോട് അനാദരവ് കാണിച്ചെന്നൊന്നും പറയേണ്ടതില്ല. മറിച്ച് ഇതിന്റെ പേര് തുടക്കത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക. 2009 കോൺഗ്രസ് കൂട്ടിച്ചേർത്താണ്. ഗാന്ധിജിയോട് ഒരു വിരോധം ആർക്കില്ലെന്ന് മാത്രമല്ല, RSSന്റെ പ്രചാരകനായ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. RSS എല്ലാ ദിവസവും മഹാത്മാക്കളെ അനുസ്മരിക്കുമ്പോൾ അതിൽ ദാദാബായി, ഗോപബന്ധു, തിലകോ, ഗാന്ധിരാദ്രത, രമണോ, മാളവീയശ്ച, ശ്രീ സുബ്രഹ്മണ്യ ഭാരതി ഏകാത്മതാ സ്തോത്രത്തിൽ മഹാത്മാഗാന്ധി എല്ലാ ദിവസവും നമസ്കരിക്കുന്ന സംഘടനയാണ് RSS. പക്ഷെ പദ്ധതിക്ക് ഗാന്ധിയുടെ പേര് മാത്രമേ പറ്റുള്ളൂ എന്ന വാശിയൊന്നും പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കരുത്. മറിച്ച് പല കാലഘട്ടത്തിലും പേരുകൾക്ക് മാറ്റം വരുത്തേണ്ടത് സമഗ്രമായ പരിഷ്കാരമാണ്. ഒരു 50,000 രൂപയോളം വർഷത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ലഭിക്കുന്നതാണ് ഈ പദ്ധതി. ഇനി എന്തായാലും കേരള സർക്കാർ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. തൊഴിലുറപ്പിന്റെ കൂലി കൊടുക്കുമ്പോൾ 40% പങ്ക് സംസ്ഥാനങ്ങൾ കൂടി ഉണ്ടാവണം. അപ്പൊ പറയുന്നു, ഞങ്ങളുടെ നികുതി നിങ്ങൾ കൊണ്ടുപോകുന്നില്ലേ എന്ന്. 100 രൂപ നമ്മുടെ നാട്ടിൽ നികുതി കിട്ടുമ്പോൾ 50 രൂപ GST പ്രകാരം സംസ്ഥാന സർക്കാരിനും 50 രൂപ കേന്ദ്രത്തിലേക്കും പോകും. ഈ 50 രൂപയിൽ നിന്ന് 41 രൂപ കേന്ദ്രം പല പദ്ധതികളായിട്ട് സംസ്ഥാനത്തിന് തിരിച്ചു കൊടുക്കും. അതായത് ലൈഫ് മിഷൻ പദ്ധതി 1.5 ലക്ഷം രൂപ കേന്ദ്രമാണ് കൊടുക്കുന്നത്. ഗ്രാമീണ സടക്ക് യോജന, നമ്മുടെ എല്ലാം ഗ്രാമത്തിലെ വലിയ വലിയ റോഡുകൾ ഉണ്ടാക്കുന്നത് കേന്ദ്രമാണ്. ജൽ ജീവൻ മിഷൻ, നമ്മുടെ എല്ലാം വീട്ടിലേക്ക്, എല്ലാ വീട്ടിലും പൈപ്പ് വെള്ളം അതെത്തുന്നെങ്കിൽ അതിന് 60% കേന്ദ്രം കൊടുക്കുന്നതാണ് ജൽ ജീവൻ മിഷൻ. ദീനദയാൽ ഉപാധ്യായ ഗ്രാമീണ വൈദ്യുതി യോജന, വീട്ടിലേക്കുള്ള വൈദ്യുതി, 100% ആ ഫണ്ട് കേന്ദ്രം കൊടുക്കുന്നതാണ്. അതുപോലെ കുട്ടികൾക്കുള്ള ഭക്ഷണം, റേഷൻ കടയിലെ അരി, ഇതെല്ലാം സംസ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ കേന്ദ്രം പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി പണത്തിന്റെ 41% തിരിച്ച് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ കേന്ദ്രം ഇത് ഒറ്റക്കെടുക്കുകയല്ല ചെയ്യുന്നത്. അതേസമയം സംസ്ഥാനം എന്ത് ചെയ്യുന്നു? ഈ പദ്ധതികൾക്ക് കൃത്യമായ വിഹിതം കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പദ്ധതികളെല്ലാം അവതാളത്തിലാകുന്നത്. അപ്പൊ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചിന്തിക്കുക, നിങ്ങൾക്ക് സമഗ്രമായ വികാസം വരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ വിദഗ്ധ തൊഴിലാളികളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഭാവിയിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നവരായി മാറുവാനാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വന്ന് വിദഗ്ധ തൊഴിലാളികളായി മാറിയിട്ട് മറ്റ് കമ്പനികളിലേക്ക് പോകുവാൻ കഴിയുന്നവരായിട്ട് നിങ്ങളെ വളർത്തുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പാർട്ടിക്ക് പോയിട്ട് ജയ് വിളിച്ചു കൊടുക്കുവാനും കളക്ടറിന്റെ മുന്നിൽ പോയിട്ട് സിന്ദാബാദ് വിളിക്കുവാനും വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേരല്ല ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.